ത്തിന് ജാമ്യം നിഷേധിച്ചു എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. കോടതിയുടെ ഈ നടപടിയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ പറയട്ടെ, ഇതേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ അതിന്റെ നേതാക്കളെയോ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ചെയ്യുന്ന വീഡിയോ അല്ല. സാധാരണ രീതിയിൽ ജാമ്യമില്ലാ വകുപ്പ് എന്ന് പറയപ്പെടുന്ന ജാമ്യം അവകാശമല്ലാത്ത നോൺ ബെയിലബിൾ ഒഫൻസുകളിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ജാമ്യം എടുക്കേണ്ടതുണ്ട്. അതിനായി ചിലപ്പോൾ നമ്മൾ ഒളിവിൽ പോകേണ്ടതായിട്ടും വരും. അങ്ങനെ ഒളിവിലിരിക്കുന്ന സമയത്ത് സമർപ്പിക്കുന്ന ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ഗുർബക്ഷ് സിംഗ് സിബിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് കമ്പല്ലിംഗ് റീസൺസ് ഇല്ലെങ്കിൽ നിർബന്ധമായും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കണം എന്നാണ്. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടും എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ കാരണങ്ങൾ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്ന്, പ്രതിയുടെ മുൻകാല ചരിത്ര പശ്ചാത്തലം. നേരത്തെ ഇതുപോലെയുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാളാണെങ്കിൽ, അതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ഒരാളാണെങ്കിൽ സ്വാഭാവികമായും കോടതി അയാളുടെ ജാമ്യം നിഷേധിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണമാണ് പ്രതി തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കുക എന്നുള്ളത്. പ്രതി അത്രമേൽ സ്വാധീനമുള്ള, നാട്ടിൽ നിന്ന് അയാൾ അബ്സ്കോണ്ട് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുള്ള, വിദേശയാത്രയൊക്കെ നിരന്തരമായി നടത്തുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായും അയാളുടെ ജാമ്യം കോടതി നിഷേധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്, പ്രതി അത്രമേൽ സ്വാധീനമുള്ള, ഇരയെയും സാക്ഷികളെയും സ്വാധീനിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായും മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് കോടതി ജാമ്യം നിഷേധിക്കാനുള്ള സാഹചര്യമുണ്ട്. മറ്റൊന്ന് കുറ്റകൃത്യത്തിന്റെ സ്വഭാവമാണ്. കൊലപാതകം, ബലാത്സംഗം, രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രതി ചെയ്തതായി ആരോപിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് പ്രൈമ ഫേസി കേസ് നിലനിൽക്കുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഈ കേസ് പോലീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും ജാമ്യം കോടതി നിഷേധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി ജാമ്യം നിഷേധിക്കുന്നുവെങ്കിൽ കോടതിയെ നമുക്ക് കുറ്റം പറയാനൊക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാരണമാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതായി മനസ്സിലാക്കുന്നത്. ഈ പ്രതി വളരെയധികം സ്വാധീനമുള്ള ഒരാളായതുകൊണ്ട് തന്നെ അയാൾ ഇരകളെയും സാക്ഷികളെയും ഒക്കെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് കോടതി കാരണമായി പറഞ്ഞത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്.